എടാ നിങ്ങൾ എന്താണ് അപ്പോഴും ഇങ്ങനെ മുടി താത്തി വെച്ചിരിക്കുന്നത്? അത് പിന്നെ അത് അവൻ്റെ അടുത്ത് ചോദിച്ചോ, അറിയാം. എന്താടാ അത് പിന്നെ ചേട്ടാ ഇപ്പോഴത്തെ ജനറേഷൻ മൊത്തം ഇങ്ങനെ മുടി വയ്ക്കുന്നു. ഇങ്ങനെയാ? ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണ്? ഇതെന്ത് മോഡല്? അരെ ബായ്, ഇത് അതൊന്നും അല്ല. ഫുട്ബോൾ ഗ്രൗണ്ട് ഒരുത്ത ക്രിക്കറ്റ് മൈതാനം വെച്ച് നടക്കുകയാണ്. ഇതെന്താടാ? ഇല്ലാട്ടാ, എനിക്ക് മൈതാനൊന്നും ഇല്ലാട്ടാ. ആ അവന്മാർക്ക് എന്തായാലും ഈ മൈതാനം വാടകയ്ക്ക് കൊടുത്ത് എടാ സാഡ് ആയിട്ടാ. എടാ അതൊന്നും സാരില്ല കേട്ടാ. ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഫുള്ള് ചൊട്ടയാവും. എന്താ ചേട്ടാ ചെയ്യാ? കടുകെണ്ണ മുതൽ പാം ഓയിൽ വരെ യൂസ് ചെയ്തു, ഒരു മുടിയും വന്നില്ല. ഇനി എഞ്ചിൻ ഓയിൽ മാത്രമേ ബാക്കിയുള്ളൂ. അല്ലല്ല, ചേട്ടന് ബസ് തൊട്ടിണ്ടായിരുന്നു. പോടാ പോടാ, അങ്ങനെയൊന്നുമില്ല. അതൊരു വലിയ കഥയാണ്. ഞാനിങ്ങനെ പണ്ട് ഒരിക്കൽ ഇങ്ങനെ മുടി ഒഴിഞ്ഞ് സാഡ് ആയിരിക്കുന്ന സമയത്ത് ഒരു സന്യാസി കൊണ്ട് എനിക്കൊരു ഓയിൽ തന്നു. ഓയിലാ? എടാ വെളിച്ചെണ്ണ. എന്നിട്ട് അത് സാധാരണ വെളിച്ചെണ്ണയില്ല. ആഫ്രിക്കയിൽ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കരടിയുണ്ട്. ആ കരടിയാണെങ്കിൽ 5 വർഷത്തിൽ ഒരിക്കലും അവിടെ മേയാൻ വരുള്ളൂ. മേയേ? ഇതൊന്ന് പശുവാ? എടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേട്ടയ്ക്ക് വരിക, മനസ്സിലായ? അപ്പൊ ഇവരെല്ലാരും കൂടി അതിനെ പിടിച്ചു കെട്ടി ആ കരടിന് നേരെ ഉരുക്കിയെടുത്ത് അതിന്റെ നെയ്യെടുത്ത് അതിനെ ഉരുക്കി കാച്ചി വെളിച്ചെണ്ണ, മനസ്സിലായ? അങ്ങനെ അതിന് ഞാൻ യൂസ് ചെയ്തപ്പോ എനിക്ക് ധാരാളം മുടികൾ വന്നു. ഓ, അതാണല്ലേ ചേട്ടൻ ഇത്ര മുടി? കണ്ടില്ല? എങ്ങനെയെങ്കിലും ആ സഞ്ജയത്തിന്റെ നമ്പർ ഒന്ന് തരുമോ? ആൾക്ക് അവിടെ നിന്നാ ഫോൺ നമ്പർ? ആൾക്ക് ഇൻസ്റ്റയിലുള്ളൂ. അതെ അതെ, കറക്റ്റ് കറക്റ്റ്. പിന്നെ ഇൻസ്റ്റ ചെയ്താടാ. എടാ മണ്ടാ, അവരൊക്കെ നിന്നെ കളിയാക്കൊണ്ടിരിക്കുകയാണ്. എടാ പൊട്ടാ, നീ പൊട്ടനുമാണ് ചൊട്ടയുമാണ്. നിന്റെ ഈ ഗ്രൗണ്ടും എന്റെ ഈ മൈതാനവും ആ സന്യാസിനെ വെച്ച് നമ്മ അങ്ങനെയെങ്കിലും മാറ്റും. അല്ല വീട്